എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ. എനിക്ക് അമ്മമാരോട് സ്നേഹമാണ്, എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ്. എൻ്റെ പാലക്കാട്ടെ അമ്മമാർ, ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കുമൊക്കെ ആദരവും സ്നേഹമാണ്. ടീച്ചറോടും സ്നേഹമാണ്, അമ്മമാരോടും സ്നേഹമാണ്. ടീച്ചർ അമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ്? വടകരയുടെ ടീച്ചറമ്മ ആരാണ്? എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ്. ചൊക്ലിയിലല്ലേ ചേച്ചി? കുന്നുമ്മലല്ലേ? ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായിരുന്നു. ആ അമ്മക്ക് പ്രായം ചെല്ലുന്തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്മക്ക് പ്രായമേറും തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. പ്രായമേറും തോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും, രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത, മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു. പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ, പത്മിനി എന്ന് പറയുന്ന ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ്. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത്, എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, എന്റെ മകനെ കൊന്നതാണ്. എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്. എന്റെ മകനെ കൊല്ലാൻ കൊടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്ന് ഓടിച്ചപ്പോ മുഖത്ത് പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈ പിൻവലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചർ അമ്മ എന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കാണ് ബോധ്യം വരാത്തത്? ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിസുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വടകരയുടെ രാഷ്ട്രീയമാണ്. ചോദിക്കുകയാണ്, ഇവർ കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത്? എന്താ കാരണം എന്നറിയോ? വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നു ചോദിക്കുന്നു. എന്താ കാരണം വേണോ കേട്ടോ? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ 51 വെട്ടിയാലും തീരാത്ത, അവസാനിക്കാത്ത, നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് TP ചന്ദ്രശേഖരൻ എന്ന് ഈ ജനതക്കറിയാവുന്നത് കൊണ്ടാണ്. യെസ്, ഇതായിരുന്നു ആ ടേണിംഗ് പോയിന്റ്, ഇതായിരുന്നു ആ ഇൻസിഡന്റ്. സഖാക്കള് തകരാൻ തുടങ്ങിയ, അല്ലെങ്കിൽ തകർന്നു തുടങ്ങിയ ആ സംഭവം ഇതായിരുന്നു. ഇതേ ഇൻസിഡന്റ് ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കരിയർ, പൊളിറ്റിക്കൽ കരിയർ ഇങ്ങനെ കുതിച്ച് 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 അങ്ങ് മുകളിലോട്ട് പോകാനുണ്ടായ കാരണവും ഇത് തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ ടാർഗറ്റ് ചെയ്യപ്പെടാനുണ്ടായ കാരണം. ഇത് തന്നെയായിരുന്നു കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നാലും എല്ലാത്തിനെയും ഷാഫിയിലേക്ക് കൂട്ടിക്കെട്ടാൻ സഖാക്കൾ ശ്രമിക്കുന്നതിന്റെ കാരണം. ഇത് തന്നെയായിരുന്നു ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങളുടെ കാരണം. അങ്ങനെ ഈ പ്രസംഗമായിരുന്നു. എന്നാൽ പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയ ഷാഫി നടത്തിയത് ആരാണ്? ടീച്ചറമ്മ. ആരാണ് ടീച്ചറമ്മ? KK ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച ഷാഫിയുടെ പ്രസംഗം.
ഇത് തന്നെയായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രസംഗമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇപ്പം തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഷാഫി പറമ്പിലെന്ന്, അല്ലേ? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ഒരു നേതാവ് മിന്നിത്തിളങ്ങി ശോഭിച്ചു വരുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല, എസ്പെഷ്യലി മുസ്ലിം സമുദായത്തിൽ പെടുന്ന ഒരു നേതാവ്. പക്ഷേ അയാളുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് പാലക്കാടായിരുന്നു. ആ പാലക്കാട്ടിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക നിങ്ങൾ. ആ പാലക്കാട് ഷാഫി വർഗീയവാദിയാണ് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. ആ പാലക്കാടിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ പാലക്കാടിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൽ അവിടെ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളായിരുന്നു, അവരുടെ വോട്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ. 3 തവണ, അതിൽ ഒരു തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്നിട്ട് പോലും ഷാഫി പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച് കയറി, അല്ലേ? അത് കഴിഞ്ഞ് വടകരയിൽ വന്നിറങ്ങി. ഈ വടകരയിലെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നെടുത്ത് പരിശോധിക്ക്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, ഈ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വടകര പാർലമെന്റ് മണ്ഡലം, അവിടുത്തെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ടും എന്തേ ഷാഫിക്ക് ഇത്ര സ്വീകാര്യത എന്ന് ചോദിച്ചാൽ, അയാൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ്, പാർട്ടിക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഷാഫി എന്ന് പറയുന്ന നേതാവ് ഈ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അയാൾക്ക് ഇപ്പം നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള ആളുകളായിരിക്കും അതിൻ്റെ മെജോറിറ്റിയും. എന്നാൽ അവിടെ ആരുണ്ട്? ജെൻസി തലമുറയിൽപ്പെടുന്ന 18 മുതൽ 30 വരെ വരുന്ന ആളുകൾ, അങ്ങനെ കൂട്ടാൻ നമുക്ക്, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി അത് കഴിഞ്ഞാലോ 50 മുതൽ മുകളിലോട്ടുള്ള പ്രായമുള്ള ആളുകളും ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ഈ പ്രായ വ്യത്യാസ ഭേദമന്യേ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. സ്കെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകളുടെ സമയക്കുറവ് മൂലം 140 മണ്ഡലങ്ങളിലും എത്തിപ്പെടാതെ പോയ ഷാഫി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ വേറിട്ട് നിർത്തുന്നത്. അയാൾ ഒരു 100 മണ്ഡലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും വലിയ ഒരു ജനസമൂഹമാണ് അയാൾക്ക് വേണ്ടി തിങ്ങി നിറയുന്നത്, അല്ലേ? ആദ്യം പറഞ്ഞവരൊക്കെ ഷാഫി മലബാറിൽ മാത്രമേ ഉള്ളൂ, എന്നാലോ ഇങ്ങോട്ട് തെക്കോട്ട് അങ്ങ് തിരുവനന്തപുരം വരെ പോയിട്ടും അവിടെയൊക്കെ ആർത്തിരമ്പുന്ന ജനമായിരുന്നു ഷാഫി പറമ്പിലിനെ കാണാൻ വേണ്ടിയിട്ട്. അയാൾ അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ക്രൗഡ് പുള്ളർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഷാഫിയാണ് എന്ന് പറഞ്ഞത്. ഷാഫിയെ വർഗീയതയുടെ കൂട്ടിലേക്ക് കൂട്ടിക്കെട്ടാൻ സഖാക്കൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. കാരണം എന്തായിരുന്നു? ഷാഫിക്കെതിരെ അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഷാഫിയെ നേരിടാനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പോരാത്തതിന് ഷാഫി വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയ ആ സെക്കൻഡിൽ ടീച്ചറമ്മ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ സഖാക്കൾ അങ്ങനെ വിശേഷിപ്പിച്ച്, സഖാക്കൾ അങ്ങനെ താലോലിച്ച് വിളിച്ചിരുന്ന KK ശൈലജയുടെ ടീച്ചറമ്മ എന്ന് പറയുന്ന ആ പേരിനെ ഷാഫി വേരോടെ അറുത്ത് മാറ്റി എന്നുള്ളതാ. അത് കഴിഞ്ഞപ്പോഴാണ് ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമം ഉണ്ടായത്. ഇത് ഈ പറയുന്ന മേഖലകളിൽ സ്ഥിരമായിട്ട് CPM കൈക്കൊള്ളുന്ന ഒരു പരിപാടിയാ. ഈ പരിപാടി വടകരയിൽ ഷാഫിക്കെതിരെ നമ്മൾ കണ്ടു, പേരാമ്പ്രയിൽ ഇപ്രാവശ്യം അഡ്വക്കേറ്റ് ഫാത്തിമ ദഹ്ലിക്കെതിരെയും നമ്മൾ കണ്ടു. കാരണം എന്താ? ഇത്തരക്കാരെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ നേരിടാൻ ആയുധങ്ങളില്ലാതെ വരുമ്പോഴാണ് ഇത്തരം വർഗീയതയുടെ കാർഡുമായിട്ട് CPM ഇറങ്ങുന്നത് എന്നുള്ളതാ ഞാൻ പറഞ്ഞു വന്നത്. ഷാഫി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്നു, അല്ലേ? 140 മണ്ഡലങ്ങളിലും അയാളുടെ പ്രോഗ്രാം സ്കെഡ്യൂൾ ചെയ്തതായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം ഇവിടങ്ങളിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. കാരണം എന്താ? ഓരോ മണ്ഡലങ്ങളിലും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രോഗ്രാമുകൾ 6 മണിക്കൂറിലേക്കും 7 മണിക്കൂറിലേക്കും നീണ്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാലക്കാട്ട് 3 തവണ മത്സരിച്ച് വിജയിച്ചപ്പോഴും ഷാഫി ഇത്തരമൊരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നില്ല.
ആ പൊളിറ്റിക്കൽ ഗ്രാഫ് തുടങ്ങുന്നത് തന്നെ വടകരയിൽ കാലുകുത്തിയ നിമിഷം മുതലാണ്. പിന്നീട് അങ്ങോട്ട് കുത്തനെ അങ്ങോട്ട് ഉയരുകയായിരുന്നു. അയാൾക്ക് അതിലൊരു പ്രത്യേക കഴിവുണ്ട്. അയാളൊരു സെക്യുലർ പൊളിറ്റിക്സാണ് അയാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചാട്ടുളിയായിട്ടുള്ള സോഷ്യൽ മീഡിയ അയാളുടെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയുള്ള ഒരായുധമാക്കി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അയാൾ ഷാഫി പറമ്പിൽ ഒരു മുസ്ലിമാണ്. ഇവൻ ദോ അയാൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ ഒരു മതത്തോടും ചേർത്ത് കെട്ടിപ്പഴക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അയാൾ ഏതെങ്കിലും മതങ്ങൾക്കെതിരാണോ? ഒരു മതങ്ങൾക്കും എതിരുമല്ല. അയാൾ ഒരു പ്രത്യേക വിഭാഗത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ മനുഷ്യരായിട്ടുള്ള എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ അയാൾ പ്രത്യേകം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ പൊതുമേഖലയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാലക്കാടാണെങ്കിലും വടകരയിലാണെങ്കിലും ഷാഫി പറമ്പിലിന് ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ വടകരയിൽ കണ്ടത്, പാലക്കാട് കണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു ടേണിംഗ് പോയിന്റ്, അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഒരു ഇൻസിഡൻറ്റ്, അതായിരുന്നു നിങ്ങളിപ്പോൾ കേട്ട പ്രസംഗം. ഈ പ്രസംഗമായിരുന്നു എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഷാഫി തുടങ്ങി. ഷാഫിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലിയ കടുകട്ടിയുള്ള വാക്കുകളോ അല്ലെങ്കിൽ പ്രത്യയ ശാസ്ത്രങ്ങൾ അങ്ങനെ വിളിച്ചു പറയുന്ന വാക്കുകളോ ഒന്നും ആയിരിക്കില്ല. മറിച്ച് ജനങ്ങളുടെ മനസ്സിനെ തൊടുന്ന വാക്കുകൾ, ജനങ്ങളുമായി സംവദിക്കാൻ വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തി, ജനങ്ങളെ കയ്യിലെടുക്കാൻ ജനങ്ങളുടെ പൾസ് അറിയുന്ന വ്യക്തി. മനസ്സിലായില്ലേ? അയാൾക്ക് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഓരോ സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിറന്ന് ജനങ്ങളിൽ ഒരുവനായിട്ട് അവരുടെ പൾസറിഞ്ഞ് അവരുടെ വികാരങ്ങൾക്കൊപ്പം അവരെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ള അയാളുടെ ചിന്തകൾ തന്നെയാണ് അയാളെ വേറിട്ട് നിർത്തുന്നത്. വലിയ അഗ്രസീവ് ഒന്നും ഷാഫി ഒരിക്കലും ആകാറില്ല. ഷാഫി വലിയ കടുകട്ടിയുള്ള വാക്കുകളൊന്നും എവിടെയും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഷാഫിയുടെ വാക്കുകൾക്ക് വലിയ മൂർച്ചയാ. അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും. വല്ലാത്തൊരു മൂർച്ചയാ. ഇപ്പം നിങ്ങൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? വല്ലാത്തൊരു വൈകാരികമായ നിമിഷത്തിലൂടെ നിങ്ങൾ കടന്നുപോയില്ലേ? എന്നാൽ അവിടെ എന്തെങ്കിലും വെല്ലുവിളിയോ വലിയ അഗ്രസീവോ വലിയ ആർത്തുലക്കലോ വലിയ വെല്ലുവിളിയോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? ഒന്നും കണ്ടില്ല. പക്ഷേ ഇത് തന്നെയാണ് ഷാഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ, UDF വിജയത്തിൽ, കോൺഗ്രസിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഈ പാർട്ടിയുടെ കൊടി പിടിക്കുന്നവനും ഇതിൻ്റെ പ്രവർത്തകരും ഇതിൻ്റെ അനുഭാവികളും ഒക്കെ ഒറ്റ വാക്കിൽ പറയും അത് ഷാഫി പറമ്പിലാണ് എന്ന്. ദ റിയൽ ക്രൗഡ് പുള്ളർ. ആ യാത്ര തുടങ്ങിയത് വടകരയുടെ മണ്ണിലാണ്. വിപ്ലവകാരിയുടെ മണ്ണിൽ നിന്ന്, TP ചന്ദ്രശേഖരന്റെ രക്തം വീണ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നിന്ന്, അവിടെ നിന്ന് തുടങ്ങിയതാ ഈ യാത്ര. ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാനുള്ളത്? ഷാഫിക്കെതിരെ അയാൾ വർഗീയവാദിയാ. അതൊരു സ്ട്രാറ്റജിയാ. ഇനി അയാളെ തളർത്താൻ ഇതേ ഒരു വഴിയുള്ളൂ, അയാളെ വർഗീയവാദിയാക്കി തീർക്കുക. എന്നാൽ ഷാഫിയോ അയാൾ ഒരു സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ട് ഈ ജനങ്ങളെ കയ്യിലെടുത്ത് ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കൾ തോറ്റതും ഷാഫി വിജയിച്ചതും ഷാഫി ജൈത്രയാത്ര തുടങ്ങിയതും ഇതേ ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ വെച്ചിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ അത് ഷാഫി പറമ്പിലായിരുന്നു. ഒരു പക്ഷേ ഒരു പ്രചരണത്തിന് ഒരു 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ 140 മണ്ഡലങ്ങളും ഷാഫി പറമ്പിൽ കവർ ചെയ്യുമായിരുന്നു. സ്കെഡ്യൂളുകൾ ഉണ്ടായിരുന്നു, പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആദ്യം പങ്കെടുക്കുന്ന പരിപാടി സമയത്തിനങ്ങ് അവസാനിക്കുന്നില്ല. എല്ലാം 2 മണിക്കൂർ സ്കെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാം 6 മണിക്കൂറിലേക്കും 7 മണിക്കൂറിലേക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അയാളിൽ നിന്ന് കണ്ട ഒരു പോരാട്ടത്തിൻ്റെ ആത്മവീര്യമുണ്ടല്ലോ, നമ്മളെ കൊണ്ടൊന്നും ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത്രമാത്രം പോരാട്ട വീര്യമാണെന്നു അയാളുടേത്. രാത്രി 2 മണി 3 മണി വരെ പ്രചരണങ്ങൾ, അത് കഴിഞ്ഞിട്ട് വീണ്ടും രാവിലെ 6 മണിയാകുമ്പോൾ വീണ്ടും പ്രചരണം. ഈ കിട്ടിയ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ യാത്ര. ഭക്ഷണമില്ല, വെള്ളമില്ല, കുടുംബമില്ല, ഭാര്യയില്ല, മകളില്ല.
വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാ ഷാഫി കടന്നു പോയത്. തീർച്ചയായിട്ടും അയാളുടെ പരിശ്രമങ്ങൾ ഫലവത്താകുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രൗഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ ജനം പറയും അത് ഷാഫി പറമ്പിലാണ് എന്ന്.